ചെയ്യാം. നിങ്ങൾ ഞാൻ ഒരാൾ ഇരുന്നിട്ട് പറയണം എന്നെ നിങ്ങൾ ബ്രെയിൻ മാപ്പ് ചെയ്യുക, അത് ലൈവ് വിട്, ജനം കാണട്ടെ, ജനം കേൾക്കട്ടെ ഇത് എന്താന്നുള്ളത്. എന്താ 2018 സെപ്റ്റംബർ 25 രാത്രി വെളുപ്പിന് എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യം ഞാൻ പറയും, ഉറപ്പായിട്ട് പറയും, ഒരു സംശയം വേണ്ട. നമ്മൾ ഇതിനകത്ത് ബ്രെയിൻ മാപ്പിങ്ങിൽ നമ്മൾ അബോധാവസ്ഥ കിടന്നിട്ടല്ലേ കാര്യങ്ങൾ പറയണത്. അപ്പൊ അവർ എന്നെ ഭീഷണിപ്പെടുത്തുകയാണ് CBI-ക്കാർ. സോബി 2018 സെപ്റ്റംബർ 25 എന്ത് നടന്നതായിരിക്കില്ല ചോദിക്കുന്നത്. സോബിയുടെ ജീവിതം തൊട്ട് എങ്ങനെയായിരിക്കും? ഞാൻ പറഞ്ഞു എന്റെ ജീവിതം തൊട്ട് എന്ത് ചോദിച്ചാലും എനിക്ക് കുഴപ്പമില്ല. പക്ഷെ അവസാനം വരുമ്പോൾ ബാലഭാസ്കറിന്റെ കേസിൽ വ്യക്തമായ ഒരു ഉത്തരവ് ഉണ്ടാവുന്നവർ. ചേട്ടാ, ബ്രെയിൻ മാപ്പിന്റെ കാര്യം അങ്ങ് പലതവണ പറയുന്നുണ്ട്, എന്നെ ബ്രെയിൻ മാപ്പ് ചെയ്യൂ, ലൈവ് കാണിക്കൂ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതിൽ ഒരു സൈക്കോളജിക്കൽ ആയിട്ട് ഒരു ശാസ്ത്രീയ വശമുള്ളത് നമുക്ക് പ്രിറ്റൻഡ് ചെയ്യാൻ പറ്റും. അതായത് ഞാൻ കലാഭവൻ സോബി എന്ന് പറയുന്ന വ്യക്തിയുടെ അല്ല പറയുന്നത്, ആർക്കായിരുന്നാലും ഏതൊരു വ്യക്തിക്കായിരുന്നാലും ബ്രെയിൻ മാപ്പിംഗ് ഒരിക്കലും ഒരിടത്തും ഒരു തെളിവായി സ്വീകരിക്കില്ല. അതൊരു ക്ലിനിക്കൽ പരീക്ഷണം അല്ലെങ്കിൽ ഇതിനെയൊക്കെ സഹായിക്കുന്ന ഒരു ഘടകം മാത്രമാണ്. ഞാൻ ബ്രെയിൻ മാപ്പിങ്ങിനിടയിൽ ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് പലതവണ പറഞ്ഞ് വിശ്വസിപ്പിച്ച് കള്ളം പറയാൻ ശ്രമിച്ചാൽ അത് നടക്കും. അതുകൊണ്ടാണ് അവരതൊരു ശാസ്ത്രീയ തെളിവായി എടുക്കാത്തതും. അതുപോലെ അങ്ങയോട് ആ ഒരു ഇതിലോട്ടൊക്കെ അങ്ങനെ ലൈവ് ഒന്നും കൊടുക്കാൻ അങ്ങനെ കഴിയില്ല, കാരണം ഒരാളുടെ സ്വകാര്യതയാണ്. അതൊക്കെ നമ്മൾ ശാസ്ത്രീയമായിട്ട് ചിലപ്പോൾ അത് മനസ്സിലാക്കാത്തത് കൊണ്ടായിരിക്കും. അങ്ങനെ പറഞ്ഞ് സ്ഥാപിക്കാൻ നോക്കില്ല. ഒരു മിനിറ്റ് അങ്ങനെ പറഞ്ഞ് സ്ഥാപിക്കില്ലേ? കാരണം എന്റെ സ്വകാര്യത പുറത്തു പോകണമെങ്കിൽ എനിക്ക് കുഴപ്പമില്ല, പിന്നെ ആർക്കാ കുഴപ്പം? നിങ്ങൾക്ക് കുഴപ്പമുണ്ടോ? എന്താ കുഴപ്പം? ഈ സ്വകാര്യത പറഞ്ഞത് എന്നെ പേടിപ്പിക്കണം. അല്ലല്ല, നിക്ക് പറയട്ടെ. എന്റെ സ്വകാര്യത പുറത്തു പോകണമെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. പക്ഷെ ഇത് കോടതി തെളിവായിട്ട് എടുക്കില്ല എന്ന് ആരാ പറഞ്ഞത്? കോടതി തെളിവായിട്ട് എടുക്കണ എങ്ങനെയാ? ഇത് ഇപ്പൊ നമ്മൾ ഒരാളെ ഈ പറഞ്ഞ ബ്രെയിൻ മാപ്പിംഗ് നടത്തിയിട്ട് ഇപ്പൊ ഒരാൾ പറയാണ് ഇന്ന സ്ഥലത്ത് ഇന്ന സാധനം ഞാൻ കണ്ടിരുന്നു, അവിടെ ഇന്ന സാധനം ഇരിപ്പുണ്ടെന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ ഈ അന്വേഷണ ഏജൻസി പോയി ഞാൻ പറഞ്ഞ സ്ഥലത്ത് സാധനം ഉണ്ടോ അതുണ്ടോ എന്ന് തെളിയിക്കുക ചെയ്യണേ. ആ സാധനം എടുത്തു കഴിഞ്ഞാൽ കേസ് തെളിഞ്ഞില്ലേ? പിന്നെ അതിലുപരി എനിക്ക് ആവശ്യം ജനങ്ങൾ കേൾക്കട്ടെ, ഇതെന്താ സംഭവിച്ചത് ജനം കേട്ട് കഴിഞ്ഞാൽ കേസ് തെളിയും. അതിന്റെ അത് യാതൊരു സംശയമില്ല. എന്റെ സ്വകാര്യത ഒന്നുമില്ല. എന്റെ സ്വകാര്യത പോകണമെന്ന് എനിക്ക് ആരും തടസ്സമില്ല. വേറെ വല്ലവരും സ്വകാര്യത നഷ്ടപ്പെടേണ്ട. ഇപ്പൊ മാഡം പറഞ്ഞതനുസരിച്ച് നമ്മൾ മനസ്സിലാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ വല്ലവരും സ്വകാര്യത എന്നെ ബ്രെയിൻ മാപ്പ് ചെയ്താൽ പോകും. അതിന് ഞാൻ ബുദ്ധിമുട്ട് വിചാരിക്കേണ്ട കാര്യമില്ലല്ലോ. ആ ബുദ്ധിമുട്ട് വേറെ പലവരും എന്റെ ബ്രെയിൻ മാപ്പിംഗ് നടന്ന് വേറെ പലവരും സ്വകാര്യത നഷ്ടപ്പെടുമെന്ന് പലർക്കും തോന്നുന്നതുകൊണ്ടാണ് ഈ ബ്രെയിൻ മാപ്പിങ്ങിന് ഇവർ സമ്മതിക്കാത്തത്. അതല്ലാണ്ട് എന്റെ സ്വകാര്യത പോകണമെന്ന് എനിക്ക് ഒരു കുഴപ്പമില്ല, എന്തായാലും എനിക്ക് കുഴപ്പമില്ല. ഞാൻ ഉദ്ദേശിച്ചത്, ഞാൻ പറഞ്ഞ കാര്യം അതല്ല. അതായത് ബ്രെയിൻ മാപ്പിംഗ് എന്ന് പറയുന്നത് നമുക്ക് വളരെ ചേട്ടൻ പറയുന്നത്, അതായത് കലാഭവൻ സോബി എന്ന് പറയുന്ന വ്യക്തി എന്നെ ബ്രെയിൻ മാപ്പ് ചെയ്യൂ എന്ന് പറയുന്നത് അങ്ങയുടെ മനസ്സിൽ കള്ളമില്ല, എനിക്ക് ഉറപ്പാണ് എന്ന് അങ്ങേക്ക് ഉറപ്പാണ്. അതായത് ഇങ്ങനെ ഒരു സംഭവം നടന്നു, ഞാൻ കണ്ടു എന്നുള്ളതിന്റെ ഉറപ്പിലാണ് അങ്ങ് പറയുന്നത്. പക്ഷേ ഇത് ഇപ്പൊ ഒരു കള്ളം ചെയ്തൊരു വ്യക്തി, അതായത് ഒരു കൊലപാതകം ചെയ്തൊരു വ്യക്തി, അവരെ പിടിച്ച് നമ്മൾ ബ്രെയിൻ മാപ്പ് ചെയ്തിട്ട് അയാൾ അത് ചെയ്തില്ല എന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റില്ല. കാരണം പുള്ളി വേണമെങ്കിൽ പ്രിറ്റൻഡ് ചെയ്യാം, പുള്ളിക്ക് വേണമെങ്കിൽ കള്ളം പറയാം. ഞാൻ ബ്രെയിൻ മാപ്പിങ്ങിന്റെ സമയത്ത് ഇല്ല നിക്ക് പറയട്ടെ. അതൊക്കെ നമുക്ക് തോന്നണതാ, തെറ്റിദ്ധാരണയാണ്. നമ്മളെ ബ്രെയിൻ മാപ്പ് നന്നായിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഉള്ളമാര് തന്നെ പറയും, ഉള്ളമാര് തന്നെ. അതിനൊന്നും മാറ്റി നമ്മളെ ബ്രെയിനെ പഠിപ്പിച്ചെടുക്കാനൊന്നും നമ്മളെ കൊണ്ട് സാധിക്കൊന്നുമില്ല. ഞാനിതിപ്പോ ഇന്നൊന്നുമല്ല പറയണത്, ഞാനത് 4 വർഷം മുമ്പ് തൊട്ട് പറയുന്നുണ്ട്. നുണപരിശോധനയല്ല ഞാൻ പറഞ്ഞത്, അവരോട് ആ 4 വർഷം മുമ്പ് പറഞ്ഞത് എന്നെ ബ്രെയിൻ മാപ്പിംഗ് പറഞ്ഞത്. അപ്പൊ അവന്മാർ ആ ബ്രെയിൻ മാപ്പ് ചെയ്യാണ്ട് നുണപരിശോധന 6 വർഷം മുമ്പ് കഴിഞ്ഞിട്ട് ഇപ്പോഴല്ല ഞാൻ പറഞ്ഞ ബ്രെയിൻ മാപ്പ് 4 വർഷം മുമ്പേ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ കാര്യം. അതിന് പകരമാണ് അവർ നുണപരിശോധന നടത്തി ലാഘവത്തോടു കൂടി പറഞ്ഞ് അത് അവസാനിപ്പിച്ച. ആ പരിപാടി ഇനി നടക്കില്ല എന്തായാലും. നുണപരിശോധനയാണോ അങ്ങ് പറയുന്നത്, ബ്രെയിൻ മാപ്പിംഗ് ആണോ? അല്ലല്ല, നുണപരിശോധന കഴിഞ്ഞു. അവരെന്നെ നുണപരിശോധന നടത്തി വിവരം അറിഞ്ഞിട്ടുണ്ട്. കാരണം വെച്ചാൽ എന്നെ ആദ്യം ഒന്ന് നുണപരിശോധന നടത്തി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അവര് 2 ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെയും വിളിച്ചു, ഒന്നുകൂടെ വന്നെന്ന് പറഞ്ഞു. അത് വാർത്തകൾക്കിടെ ഞാൻ അറിഞ്ഞ. ആ സമയത്താണ് ഫോൺ വന്നെ, CBI-യുടെ ഓഫീസിൽ നിന്ന് ഹാജരാകാൻ പറഞ്ഞു. അങ്ങനെ ഒന്ന് 2 പ്രാവശ്യം എന്റെ നുണപരിശോധന എടുത്തപ്പോൾ ഞാൻ ചോദിച്ചു, സാറ് കഴിഞ്ഞ ദിവസം വന്നപ്പോൾ നുണപരിശോധന എടുത്തിട്ട് എന്താ വലിയ പ്രശ്നം ഉണ്ടായെന്ന് വെച്ച് പറയുന്നത്. സോബി ആദ്യം പറഞ്ഞു തന്നെയാണ് ഇനി പറയണതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്, ഒന്ന് കോൺക്രീറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉറപ്പിച്ചതെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോഴും ഇവർ പറഞ്ഞു സോബി പറഞ്ഞു കറക്റ്റാണ്. 2 ദിവസം കഴിഞ്ഞിട്ട് വിളിച്ചപ്പോൾ പറഞ്ഞു സോബി പറഞ്ഞു കറക്റ്റാണ്, ഞാൻ കേസ് തെളിയിക്കുന്ന അന്വേഷണം സാർ എന്നോട് പറഞ്ഞു. ആ കേസ് എങ്ങനെ പത്രക്കാർക്ക് കൊടുത്തപ്പോൾ ഞാൻ പറഞ്ഞു നുണയായി. തിരിച്ച് കോടതി കൊടുത്തപ്പോൾ എന്റെ നുണപരിശോധന നടത്താൻ സാധിച്ചില്ല എന്ന് പറഞ്ഞ്. ഈ ബ്രെയിൻ മാപ്പിങ്ങിൽ ഏറ്റവും താഴെയുള്ള ഒരു സാധനമാണ് നുണപരിശോധന നടത്തിയിട്ട് പിന്നെ കൂടുതൽ വേണമെങ്കിലാണ് ഈ ബ്രെയിൻ മാപ്പിംഗ് ആണ്. അപ്പൊ എന്നെ നുണപരിശോധന നടത്തി എന്ന് എന്നോട് പറയുകയും പത്രക്കാരോട് ഞാൻ പറഞ്ഞു നുണയാന്ന് പറയുകയും കോടതിയിൽ എന്റെ നുണപരിശോധന നടത്താൻ സാധിച്ചില്ല എന്ന് പറഞ്ഞ് 3 വിവരങ്ങൾ റിപ്പോർട്ടുകൾ CBI-ക്കാർ തന്നെ പുറത്തു വിട്ടപ്പോൾ അതിൽ തന്നെ ദുരൂഹതയില്ലേ എന്ന് ഞാൻ ഒറ്റയ്ക്കാന്ന് ഓർത്തുകൊണ്ടാണ് ഈ എല്ലാവരും കൂടി എന്നെ പറ്റുക. അതൊക്കെ അവരുടെ മനസ്സിലിരുന്നാൽ മതി, CBI-ക്കാരുടെ മനസ്സിലായിരുന്നു. ഞാൻ ഒറ്റയ്ക്ക് നിന്ന് പൊരുതും, ഒരു സംശയം വേണ്ട ആ കാര്യത്തിൽ. അതിന് എന്ത് വിഷയം ഉണ്ടെങ്കിലും ഇത്ര വരെ എത്തിയാണെങ്കിൽ നിങ്ങൾ എന്നെ അനുഭവിക്കാവുന്ന മാക്സിമം ഉപദ്രവിക്കാവുന്ന ജയിൽവാസം ഉൾപ്പെടെ ഉള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ എന്നെ ചെയ്യിച്ചിട്ടേക്കുന്ന ആൾക്കാരാണ്. ഞാൻ ആ പൂർവാധികം ശക്തമായിട്ട് തന്നെ തിരിച്ചു വന്നേക്കുന്ന ആളാണ്. ഈ ഒരു കേസിൽ നിങ്ങൾ എന്ത് ഉപദ്രവം എനിക്ക് എതിരെ ഉപദ്രവിച്ചാലും ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ആ ബ്രെയിൻ മാപ്പ് വരെ ജീവിച്ചിരിക്കാൻ വേണ്ടിയിട്ടുള്ള സംരക്ഷണവും
ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ ഞാൻ ഒരുക്കുകയും ചെയ്യും. തീർച്ചയായിട്ടും ഇന്നത്തെ കാലത്ത് ഇങ്ങനെ മറ്റുള്ളവരുടെ കാര്യത്തിന് വേണ്ടി ഇത്രത്തോളം ഈ 6 വർഷമായി അനുഭവിക്കുന്ന വ്യക്തികൾ, അതായത് സ്വന്തം ഒരു കാര്യങ്ങളൊക്കെ നോക്കാതെ എന്ത് വേണമെങ്കിലും സഹിക്കാൻ തയ്യാറായി നിൽക്കുന്ന വ്യക്തികളൊക്കെ വളരെ ചുരുക്കമായിരിക്കും. എങ്ങനെയാണ് ചേട്ടന്റെ കുടുംബത്തിൽ നിന്നൊക്കെയുള്ള ഒരു പിന്തുണ? ഇതിനെ ഇറങ്ങി തിരിക്കണം എന്ന് തന്നെയാണോ കുടുംബം പറയുന്നത്? ബാലഭാസ്കറിന്റെ കുടുംബത്തെ കുറിച്ചാണ് പറഞ്ഞത്. ഉണ്ണിച്ചാണ്ട് അല്ല, അങ്ങയുടെ കുടുംബം പൂർണ്ണ പിന്തുണയാണോ ഈ വിഷയത്തിൽ? പിന്നീട് സംസാരിക്കാം. ഞാൻ പേഴ്സണൽ കാര്യങ്ങളിലേക്കൊന്നും ഞാൻ ഇടപെടുന്നില്ല. പേഴ്സണൽ കാര്യങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ല, എനിക്ക് എന്റെ കൂടെ നിൽക്കുന്ന കുറച്ച് സ്റ്റാഫുകളുണ്ട്. എന്റെ കൂടെ നിൽക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പേഴ്സണൽ സ്റ്റാഫ് രേഖ ശ്രീധരൻ, പുള്ളിക്കാരത്തിയാണ് എന്റെ പേഴ്സണൽ സ്റ്റാഫ്, ഫുൾ സപ്പോർട്ടാണ്. പിന്നെ എന്റെ ഓർക്കസ്ട്രയിൽ ഒരു വയലിനിസ്റ്റ് ഉണ്ട്, മോഹൻ എന്ന് പറയും, പുള്ളി റിട്ടയർഡ് പോലീസ് ഓഫീസറാണ്, മോഹൻ സാറ് 100% സപ്പോർട്ടാണ്. പിന്നെ ഓർക്കസ്ട്ര സിംഗറാണ് അജിൽ അർപ്പിഷ എന്ന് പറഞ്ഞത്. ഇവരൊക്കെ 100% സപ്പോർട്ടായിട്ട് എന്റെ കൂടെ നിൽക്കണം. ഇങ്ങനെ 2-3 പേര് അല്ലെങ്കിൽ 4 പേര് അത്രേ ഉള്ളൂ എന്റെ കൂടെ സപ്പോർട്ടായിട്ട് അന്ന് ഇന്ന് നിൽക്കണം. ആ സപ്പോർട്ട് മാത്രം മതി എനിക്ക്. കാരണം വെച്ചാൽ ഞാൻ ശക്തമായിട്ട് തന്നെ ഞാൻ മുന്നോട്ട് പോകും. ഞാൻ ആരെയും കണ്ടിട്ടല്ല ഈ കേസിലേക്ക് ഇറങ്ങിയത്. ഞാൻ കണ്ട ഒരു കാര്യം, പിന്നെ ഇതിൽ എല്ലാം ഉപരി എന്റെ അഭിഭാഷകൻ രാമൻ കർത്ത സാർ, ആദ്യമൊക്കെ രാമൻ കർത്ത സാറിനോട് ഈ കാര്യം ഞാൻ പറഞ്ഞപ്പോൾ തോപിക്ക് ആവശ്യത്തിൽ കൂടുതൽ പ്രശ്നമുണ്ട്, ഇതിലേക്ക് ഇടപെടേണ്ടെന്നാണ് ആ സാറ് പറഞ്ഞത്. പിന്നീട് കേസ് മുന്നോട്ട് പോയപ്പോൾ തന്നെയാണ് എന്നെ 100% സപ്പോർട്ട് ചെയ്ത് ഒരു ഫീസ് പോലും മേടിക്കാണ്ടാണ് ഈ അദ്ദേഹം ഈ കേസിൽ മുന്നോട്ട് നിൽക്കണമെന്ന് നിങ്ങൾക്കറിയാമോ? അദ്ദേഹം ഈ കേസിന്റെ സത്യാവസ്ഥ അറിഞ്ഞൊരു ഒരു കലാകാരൻ, അദ്ദേഹത്തിന്റെ മകള് ഈ അമൃത എന്ന് പറഞ്ഞ കുട്ടിയും ഇപ്പൊ അഡ്വക്കേറ്റിന് പഠിക്കണം, അവരും നല്ലൊരു സിംഗറാണ്. ഞങ്ങളുടെ കൂടെ കലാപന്റെ ഗ്രൂപ്പിൽ ഇടയ്ക്ക് പാടിയിരുന്ന ആ ഒരു കാഴ്ചപ്പാടൊക്കെ വെച്ചിട്ട് സാറ് 100% സപ്പോർട്ടാണ്. പിന്നെ ബാലുവിന്റെ അച്ഛനും അമ്മച്ചിയും 2 പേര്, പ്രിയ വേണുഗോപാൽ, ഇവരൊക്കെ 100% സപ്പോർട്ട് ചെയ്താൽ എന്റെ കൂടെ നിൽക്കുന്നത്. പിന്നെ ഞാൻ എന്തിനാ ആരെ പേടിക്കണേ? എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ച് നിന്നവരൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വേറെ ആരും കാര്യങ്ങൾ ഞാൻ നോക്കിയിട്ടില്ല. സപ്പോർട്ട് വേണ്ടതാണ്. ഒറ്റയ്ക്ക് തന്നെ പിന്നെ മുന്നോട്ടേക്ക് പോകുന്നത് തന്നെയാണ്. അങ്ങേക്ക് ഏതെങ്കിലും തരത്തിൽ ഈ കേസിൽ നിന്ന് പിന്മാറിയാൽ ഏതെങ്കിലും തരത്തിലുള്ള ഓഫറുകൾ വന്നിട്ടുണ്ടോ ഈ 6 വർഷത്തിനിടയ്ക്ക്? അല്ല, ഓഫറുകൾ ഇഷ്ടംമാതിരി വന്നിട്ടുണ്ട്. അതിലൊരു ഭീഷണികൾ വന്നിട്ടുണ്ട്. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം തന്നെ തൃശ്ശൂർ ചാലക്കുടി അടുത്ത് ഒരു സ്ഥലത്ത് പ്രോഗ്രാം കഴിഞ്ഞു, ഗംഭീര പ്രോഗ്രാമായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ആ ഇടവകയിൽ പെടാത്ത കുറെ ആൾക്കാർ, ഒരു 6 പേര് വെക്കെന്ന് വന്നിട്ട് ചെറിയൊരു പരിപാടിയായിട്ട് ബന്ധപ്പെട്ട് പ്രശ്നം ഉണ്ടാക്കി. അത് പിന്നെ വെക്കെന്ന് അവിടെ ഞങ്ങൾ തരണം ചെയ്തു വന്നു. അതിനെക്കുറിച്ച് ഇപ്പൊ സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണം നടക്കണ്ടാക്കി അതിനെക്കുറിച്ചൊക്കെ. അപ്പൊ നമ്മളെ വധിക്കാൻ എന്റെ താമസ സ്ഥലത്ത് 2 പ്രാവശ്യം രാത്രി പോലീസുകാർ, ഞങ്ങൾ കണ്ടില്ല, പോലീസുകാർ ആൾക്കാരെ ഓടിച്ചിട്ട് കിട്ടിയിട്ടില്ല. അങ്ങനെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വധഭീഷണികൾ തുടരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ എപ്പോഴും പറഞ്ഞത് നമുക്ക് തന്നെ അങ്ങനെ പോയി ചാനലിൽ നിന്ന് എപ്പോഴും തന്നെ കൊല്ലാൻ തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് പറയലൊരു വിഷമമുണ്ട്. അതുകൊണ്ട് കൊല്ലട്ടെ, അന്നേരം കാണാമെന്ന് ഞാൻ ആലോചിക്കണം. ഓഫറുകൾ 25 കിലോ സ്വർണ്ണം ഉൾപ്പെടെ ഈ പറഞ്ഞ എന്റെ സ്റ്റാഫ് രേഖ, എന്നെ പേഴ്സണൽ സ്റ്റാഫ് രേഖയുടെ അടുത്ത് കൊണ്ടുവന്ന് കാണിച്ച് മേടിക്കണം എന്ന് പറഞ്ഞിട്ട് പോയ ആൾക്കാരുണ്ട് ഇവിടെ. ഇതെല്ലാം ഞങ്ങൾ പറഞ്ഞ സമയങ്ങളിൽ റിപ്പോർട്ട് ചെയ്ത് തന്നെ പോണത്. ഇത് മിഥ്യയായിട്ടല്ല. അതെല്ലാം പറയുന്ന സമയത്ത് ഇപ്പൊ തന്നെ റിപ്പോർട്ട് ചെയ്ത് പോണുണ്ട്. എല്ലാവർക്കും വളരെ സംശയകരമായ ഒരു കാര്യം, നമ്മുടെ നാട്ടിലെ നിയമ സംവിധാനങ്ങൾ അല്ലെങ്കിൽ ദേശീയ അന്വേഷണ ഏജൻസിയാണ് CBI, അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ക്രൈം ബ്രാഞ്ച് അല്ലെങ്കിൽ നമ്മുടെ സാധാരണ പോലീസ്, ഇവരെല്ലാവരും ഒരുമിച്ച് ഒരു കേസ് അന്വേഷിക്കുന്നു, പല ഘട്ടങ്ങളായി അന്വേഷിക്കുന്നു. ഒരു ദൃസാക്ഷി വന്നിട്ട് ഞാൻ കണ്ടു, ഇവരെ കൊലപ്പെടുത്തിയത് കണ്ടു, അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കലാകാരൻ നമ്മുടെ നാടിന്റെ അല്ലെങ്കിൽ നമ്മുടെ മനസ്സാണ് നഷ്ടപ്പെട്ടു പോയത്. അങ്ങനെയുള്ള ഒരാളുടെ ഇതിൽ ഇവർ ഇത്രത്തോളം പേർ നാടകീയമായി കളിക്കാൻ മാത്രം പിടിപാടുള്ളവരാണോ ഈ പ്രതികൾ എന്നാണോ കലാഭവൻ സോബി എന്ന് അങ്ങ് വിശ്വസിക്കുന്നത്? അല്ല, ഞാനത് പറഞ്ഞില്ല. ഇതിന്റെ പിന്നിൽ ഒരു ജുവലറി ഉടമ ആണ് ഇത് ചെയ്തതെന്ന് പറയും. അപ്പൊ അത് പറയുമ്പോ ആൾക്കാർ കമന്റ് എഴുതണ്ട. ഞാൻ അദ്ദേഹത്തെ വിശുദ്ധനാക്കി കൽപ്പിക്കാന്നല്ല പറഞ്ഞത്. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് തെളിയിക്കേണ്ട ആൾക്കാർ ഈ കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥരല്ലേ തെളിയിക്കേണ്ടത്. ഒരു ജുവലറി ഉടമയാണ് ഈ ആൾക്കാരെയൊക്കെ മുഴുവൻ രക്ഷിച്ചു കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ ഏതൊരു ആൾക്കാർക്ക് ഇന്റർവ്യൂ എടുത്തപ്പോ അദ്ദേഹം സ്വർണ്ണക്കടക്കാരന് കുറ്റക്കാരനല്ല. ഞാൻ പറഞ്ഞു അദ്ദേഹത്തിന്റെ അനുയായികളാണ് ഈ ചെയ്തേക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പൊ നമ്മൾ എവിടെയെങ്കിലും കേസ് എത്തി അത് തെളിയുന്നുള്ള ഘട്ടം വരുമ്പോൾ അവിടെ പോയി ഈ സംഭവങ്ങളൊക്കെ ബ്ലോക്ക് ചെയ്യണ ഈ ജ്വല്ലറി ഉടമ തന്നെയാണ്. നിങ്ങളാരും പ്രതീക്ഷിക്കുന്ന ഒരു ജ്വല്ലറി ഉടമയല്ല. പക്ഷെ കേരളത്തിലെ മുൻനിരയിൽ നിൽക്കുന്ന ആള് തന്നെയാണ് അയാള്. അപ്പൊ അയാളാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. ഇതിനകത്ത് രാഷ്ട്രീയം ഇല്ല. രാഷ്ട്രീയം ഉണ്ടായിരുന്നെങ്കിൽ കേസ് പണ്ടേ തെളിഞ്ഞേനെ. ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാർ ഇതിൻ്റെ അകത്ത് ഇടപെട്ടിരുന്നെങ്കിൽ അടുത്ത രാഷ്ട്രീയക്കാർ ഇതിനെ ഏറ്റുപിടിക്കാണ്ടായിരുന്നു. ഇതിപ്പോ ആരും ഏറ്റുപിടിക്കാനില്ല. ബാലുവിനെ പിന്നെ എന്റെ കൂടെ നടന്ന് ജീവിതം മുന്നോട്ട് നടന്ന അനേകം കലാകാരന്മാരുണ്ട്. ആ പേരും കണ്ട് പ്രശസ്തരായവരുണ്ട്. അവരാരും ഇതിന് മുന്നിട്ട് ഇറങ്ങാനില്ല. ആ പടം ഇറങ്ങുന്നത് ബാലുവിന്റെ അച്ഛനും അമ്മയും പിന്നെ ബാലുവിന്റെ കസിൻ സിസ്റ്റർ പ്രിയ വേണുഗോപാലും. പ്രിയൊക്കെ നല്ല ശക്തമായിട്ട് തന്നെ പ്രതികരിക്കുന്നുണ്ട്. പ്രിയക്കൊക്കെ പറ്റനെ അവരുടെയൊക്കെ ലിമിറ്റിന് അപ്പുറമാണ് അവർ ഇതിനൊക്കെ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ബാലുവിന്റെ മാതാപിതാക്കൾ അവർ അത്രയും വയസ്സ് ചെന്ന ആൾക്കാരാണ്. അവർക്കും ഒക്കെ ഒരു പരിധിയുണ്ട് ഇതിനൊക്കെ ഇറങ്ങാനായിട്ട്. വയ്യ അവരെയൊക്കെ കൊണ്ടൊന്നും.
പിന്നെ എനിക്കും എന്റെ ലിമിറ്റേഷന്റെ അപ്പുറമാണ് ഞാൻ പല കാര്യങ്ങളിലും ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയും ഇടപെടും, ഒരു തർക്കവും വേണ്ട അതിനകത്ത്. തീർച്ചയായിട്ടും. എന്തായാലും ചിലരെങ്കിലും ചോദിക്കുന്ന ചില ചോദ്യങ്ങളാണ്, അല്ലെങ്കിൽ ചില സംശയങ്ങളാണ് ഞാനും ചോദിക്കുന്നത്. അതായത് ദിലീപിനെ അറസ്റ്റ് ചെയ്തൊരു നാടാണ് നമ്മുടേത്. ദിലീപ് എന്ന് പറയുന്നത് നമുക്കറിയാം വളരെ അപ്രമാദിത്വം സിനിമാ മേഖലയിൽ തന്നെ സൃഷ്ടിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. സാമ്പത്തികമായി വലിയതുണ്ട്, പിടിപാടുകളുണ്ട്. അതുപോലെ തന്നെ പലതരത്തിലുള്ള ഒരുപാട് കേസുകൾ, വളരെ ദുരൂഹമായ കേസുകൾ, ചെറിയ തെളിവിൽ നിന്ന് പോലും തുമ്പെടുത്ത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള നിരവധി കേസുകൾ. അത്ര പ്രഗത്ഭരായ പോലീസ് ഉദ്യോഗസ്ഥരാണ് നമുക്കുള്ളത്. ഇതൊക്കെ നമുക്ക് അഭിമാനത്തോടെ നമുക്ക് പറയാവുന്നതാണ്. അങ്ങനെയുള്ളൊരു നാട്ടിലാണ്, അങ്ങനെയുള്ളൊരു സംസ്ഥാനത്താണ് നമ്മുടെ കൺമുന്നിൽ വെച്ച ഒരാളെ കൊലപ്പെടുത്തി എന്നൊരു കലാകാരൻ പറഞ്ഞിട്ട് പോലും അത് തെളിയിക്കപ്പെടാതെ പോകുന്നത്. അത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് ഇതുവരെ ഈ ഒരു പിടിപാട് അങ്ങോട്ട് മാറ്റി വെക്കാം. രാഷ്ട്രീയം ഇല്ല എന്നങ്ങ് പറയുന്നു. ഇതിൽ രാഷ്ട്രീയം ഇല്ല എന്ന് ഉറപ്പിച്ച് തന്നെ പറയുകയാണോ എനിക്കറിയില്ല. എങ്കിൽ പോലും ഇതെന്തുകൊണ്ടാണ് ഇത് അംഗീകരിക്കാതെ പോകുന്നത്? കോടതി പക്ഷേ വളരെ കാര്യഗൗരവത്തോടെ തന്നെ പലതവണ ഇടപെട്ടിട്ടുണ്ട് ആദ്യം മുതൽ തന്നെ. എനിക്ക് തോന്നുന്നു ആദ്യകാലത്ത് CBIയുടെ ഫൈൻഡിങ്സ് വന്നതിന് ശേഷം പ്രകാശൻ തമ്പിയും, അതായത് ബാലഭാസ്കറുടെ കൂട്ടുകാർ, മൊബൈൽ എടുത്ത് വെച്ചിരുന്ന കൂട്ടുകാർ പറഞ്ഞത് CBI വിശ്വസിച്ചു, എന്നാൽ സോബി പറയുന്നത് വിശ്വസിക്കുന്നില്ല എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായി. സോബി പറഞ്ഞത് വിശ്വസിക്കുന്നില്ല, പക്ഷെ ബാലഭാസ്കറുടെ സ്വർണ്ണക്കള്ളക്കടത്തുകാരായ സുഹൃത്തുക്കൾ പറഞ്ഞത് വിശ്വസിച്ചു എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഒരിക്കലും ഉണ്ടായി. ഇതിനെങ്ങനെയാണ് കാണുന്നത്? അല്ല, ഞാൻ പറഞ്ഞില്ല, കോടതി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ബെച്ചുകുര്യൻ സാറ് വളരെ വളരെ പറയാതെ പറഞ്ഞിട്ടുണ്ട് ഈ കേസിൽ ക്രൈം നടന്നിട്ടുണ്ടെന്ന്. അദ്ദേഹത്തിന്റെ ആ സ്റ്റേറ്റ്മെന്റുകൾ എല്ലാം വായിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇതിൽ ക്രൈം നടന്നിട്ടുണ്ടെന്ന് അദ്ദേഹം പറയാതെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അത് തെളിയിക്കേണ്ടത് ഈ അന്വേഷണ ഏജൻസികളല്ലേ തെളിയിക്കേണ്ടത്. പിന്നെ മാഡം ചോദിച്ച മാതിരി തന്നെ ഈ പറഞ്ഞ ഒരാൾ തന്നെ ഇരുന്ന് ഇങ്ങനെ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ പിന്നെ അവരെന്തുകൊണ്ട് എനിക്കെതിരെ ആക്ഷൻ എടുക്കണില്ല? അങ്ങനെ ഞാൻ ഇത് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കല്ലേ. അപ്പൊ ഞാൻ പറയാണ്, അപ്പൊ CBIക്കാര് ഞാൻ വഴിയേറ്റിച്ചു എന്നും പറഞ്ഞുകൊണ്ട് കേസ് എടുത്തിട്ട് ചുട്ട മറുപടി അവർക്ക് ഹൈക്കോടതിയിൽ നിന്ന് കിട്ടി. എനിക്കെതിരെ കേസ് എടുത്തു എന്നും പറഞ്ഞുകൊണ്ടുള്ള ചുട്ട മറുപടി തന്നെ ഹൈക്കോടതിയിൽ നിന്ന് കൊടുത്തിട്ട് കേസ് കോഷ് ചെയ്ത് കളയാണ്. ഞാൻ ഇപ്പോഴും ചലഞ്ച് ചെയ്യാം, നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങൾ തന്തയ്ക്ക് പറഞ്ഞവരാണ് എനിക്കെതിരെ ഈ കേസിൽ വഴിയേറ്റിച്ചു എന്നും പറഞ്ഞുകൊണ്ട് കേസ് എടുക്കുക.